വേണ്ട വേണ്ട, ഇങ്ങോട്ടൊന്നും വരണ്ടെന്ന് പറയ്. ഏ, പുറപ്പെട്ടോ? ഓ, നിങ്ങളുടെ പെങ്ങൾ എന്ത് കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്? ഏ, എന്നെ കാണാൻ വേണ്ടിട്ട്. എന്നെ എന്തിനാ കാണുന്നത് നിങ്ങളുടെ പെങ്ങള്? ഓ, ഇത്ര കഷ്ടമായത്. ഹലോ, ഹലോ. ഓ, ഇപ്പൊ വരും പെങ്ങള്. ഞാൻ ഞാൻ എന്നെ 7-ാം മാസത്തില് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് 2 ആഴ്ചയെ എന്റെ വീട്ടിൽ നിന്നുള്ളൂ. പിന്നെ എന്നെ ഹസ്ബൻഡ് വന്ന് കൂട്ടിക്കൊണ്ട് പോയി. പിന്നെ പ്രസവത്തിനൊക്കെ അവിടുന്നാ വന്നത്. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് വന്നുള്ളൂ. അതെ അല്ലേ. ഞാൻ ഇവളോട് പറഞ്ഞു, മോളെ പോകുന്നുണ്ടെങ്കിൽ പൊക്കോന്ന്. വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അവൻ വരുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അവൻ പോണെങ്കിൽ മോള് പൊക്കോന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞിട്ട് കേക്കട്ടെ. ഈ 7-ാം മാസം ഒക്കെ ഒരു ചടങ്ങിന് പിന്നെ അങ്ങ് നടത്തുന്നുണ്ടെങ്കിലും എല്ലാരും ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചങ്ങ് പോവും. ഈ പറഞ്ഞാല് പെൺപിള്ളേർക്ക് ഈ സമയത്ത് ഭർത്താവിന്റെ കൂടെ നിൽക്കാനല്ലേ ഇഷ്ടം. ഇതൊരു ചടങ്ങല്ലേ, പണ്ട് മുതലേ ഉള്ള ഒരു ചടങ്ങ്. അതും പ്രകാരം പെണ്ണ് കേൾക്കിയല്ല, പോയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാനിപ്പോ അങ്ങോട്ട് വരാൻ പോകുന്നില്ല. എനിക്ക് ഇവിടെ നിൽക്കാനാ ഇഷ്ടം. ഞാൻ എന്തായാലും പ്രസവവും കഴിഞ്ഞ് കൊച്ചിനെ കൊണ്ടിട്ട് ഇനി അങ്ങോട്ട് പോകുന്നുള്ളൂ. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? നിന്നെ എന്താ അവിടെ ആരും നോക്കുന്നില്ലേ, സ്നേഹിക്കുന്നില്ലേ? എന്റെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും നീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനാണ്. അമ്മയ്ക്കാണെങ്കിൽ എന്നെ കഴിഞ്ഞ് ഇഷ്ടമാണ് ഇവളെ, എന്നിട്ട് ഇവള് ഇങ്ങനെ പറയുന്നത്. അവർക്ക് എന്നോട് സ്നേഹമൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പ്രശ്നം നീയാ. നീ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നോണ്ടാ ഞാൻ അവിടെ നിൽക്കാത്തത്. നീ മാത്രം എന്റെ പ്രശ്നം. എന്താടി, ഞാനൊരു പാവമല്ലേ? പിന്നെ ഒരു പാവം. എനിക്ക് മേടിച്ചു വെക്കുന്ന ബേക്കറിയും ഫ്രൂട്ട്സും എല്ലാം എടുത്തു തിന്നും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട്. അമ്മയാണെങ്കിലാണെങ്കിൽ എനിക്ക് മേടിച്ചു വെക്കുന്ന എല്ലാം മകള് വരുമ്പോഴത്തേക്ക് അങ്ങ് എടുത്തു കൊടുക്കും. പിന്നെ നീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നെ കഴിഞ്ഞ് ഇഷ്ടം നിന്നോടല്ലേ. എന്റെ പൊന്നു വിദ്യ, ഒന്നും മിണ്ടാതിരിക്കടി. ഒരു നാണമില്ലാത്തൊരു പെണ്ണ് തിന്നുന്നതിനും കുടിക്കുന്നതിനും ഒക്കെ കണക്ക് പറയുക. അയ്യേ, ഇതെന്ത് സാധനം, ഇതൊക്കെ എവിടുന്ന് പഠിക്കുന്ന കൊച്ചേ നീ? പിന്നെ ഞാൻ പറയും, എനിക്ക് വേറെ എന്തും ഞാൻ സഹിക്കും. എനിക്ക് കഴിക്കാൻ മേടിച്ചു വെക്കുന്ന സാധനം ആരെങ്കിലും എടുത്തു നിന്നാണ്ടല്ലോ. നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരുന്നത്? നിനക്ക് കെട്ടിച്ചു വിട്ടതല്ലേ, നിനക്ക് അവിടെ നിന്നാ പോരെ? എന്റെ പെണ്ണെ, പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ വരണ്ടേ? ഏ, എന്റെ അമ്മയും അനിയനും പിന്നെ എന്റെ അനിയന്റെ ഭാര്യയായി നീയും അല്ലേ അവിടെ ഉള്ളത്. എനിക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടല്ലേ ഞാൻ ഈ ഓടി ഓടി വരുന്നത്. അത് കൊള്ളാം. കല്യാണം കഴിച്ച് വിട്ടെന്ന് പറയാൻ അവക്ക് അവളുടെ വീട്ടിലോട്ട് വരണ്ടേ? അപ്പൊ നീ ഇങ്ങോട്ട് വരുന്നതോ? നീ ഇടയ്ക്കിടയ്ക്ക് ഓടി ഓടി ഇങ്ങോട്ട് വരുമല്ലോ. അപ്പൊ നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ? ഏ, അത് കൊള്ളാം. അവിടെ ജനിച്ചു വളർന്ന അവളുടെ വീട്. അവിടെ പോകുന്നതിന് നിന്റെ അനുവാദം വേണോ? നിന്റെ ഇഷ്ടമോ അനിഷ്ടമോ നോക്കണോ? അത് കൊള്ളാം. അമ്പടി. ഓ, അങ്ങനെയാണെങ്കിൽ നീ വേറൊരു വീടങ്ങ് വെക്ക്. അപ്പൊ അവളോട് വരണ്ടാന്ന് പറ. അവളുടെ അപ്പനും അമ്മയും പണിത് വീടാ അത്. അവരുള്ളിടത്തോളം കാലം അവള് വരും. കൊള്ളാലോ. അമ്മ പറയാമേ അവളോട് അങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. ഞാൻ വരാൻ നേരത്ത് അവൻ എന്നോട് പറഞ്ഞു, നിന്റെ കൂടെ വരുമെങ്കിൽ കൂട്ടിക്കൊണ്ട് വാന്ന് പറഞ്ഞിട്ടാ അവൻ വിട്ട തന്നെ. എന്റെ പൊന്നു മോളെ, ഞാൻ അവളോട് പറഞ്ഞതാണേ. ഞാൻ ഓർത്ത് പ്രസവം കഴിഞ്ഞിട്ട് പോവാന്ന്. അപ്പൊ അവിടുന്ന് മോൻ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇവളോട് പറഞ്ഞു, മോളെ എന്നാ പിന്നെ നീ പൊക്കോന്ന്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ അവൻ വന്നിട്ട് ഇവള് ചെല്ലാഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് അവൻ പോയതേ. പെണ്ണിനോട് പറഞ്ഞാ കേക്കണ്ടേ, ഞാൻ പറയുന്നുണ്ടെന്നേ. അവൻ 3 ദിവസമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ അവിടെ ഇരിക്കപ്പുറത്തില്ല. അമ്മ പറഞ്ഞു, നീ ഒന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് വാ, മോളുടെ കാര്യമൊക്കെ സുഖമാണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ വിഷമമുണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വാന്ന് പറഞ്ഞ് അമ്മ എന്നെ പറഞ്ഞു വിട്ടതാ ഇങ്ങോട്ട്. അവക്ക് ഇവിടെ എന്ത് കുഴപ്പം? കഴിക്കല് കിടന്നുറങ്ങല്, കഴിക്കല് കിടന്നുറങ്ങല്, ഇത് തന്നെ. ഒരു കഴിച്ച പാത്രം പോലും കഴുകി വെക്കേണ്ട ഒരു പണിയും ഇല്ല. ഇതിപ്പോ കണ്ടോ, ബ്രെഡും ജാമും വേണമെന്നും പറഞ്ഞിട്ട് ഈ മധുരം കഴിക്കലാന്നെ ഭയങ്കരമായിട്ട്. എനിക്കാണെ പേടിയാ, കുഞ്ഞ് ഷുഗർ എങ്ങാനും പിടിക്കുമെന്ന് വിചാരിച്ചിട്ടെ. ഓ, എന്റെ ദൈവമേ, എന്റെ ചേച്ചിയുടെ മോൾ ഇതുപോലെയായിരുന്നു. ഷുഗർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ ഷുഗർ മാറിയിട്ടില്ല. പെങ്കൊച്ചിന് 10-24 വയസ്സേ ഉള്ളൂ. ഇപ്പോഴേ 2 നേരം ഇൻസുലിനും എടുത്ത് ഗുളികയും കഴിച്ചിട്ടാണ് ആ പെങ്കൊച്ച് ജീവിക്കുന്നത്. 24 വയസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. കുറച്ച് കഴിയുമ്പോൾ എന്നതായിരിക്കും അതിന്റെയൊക്കെ അവസ്ഥ എന്നുള്ളത്. ഈ ഇൻസുലിൻ കുത്തിവെച്ച് കുത്തിവെച്ച്. അതുകൊണ്ട് എനിക്കാണെങ്കിൽ പേടിയാ. ഈ പെങ്കൊച്ച് പറഞ്ഞാൽ കേൾക്കണ്ടേ. ഉഫ്. ഞാനൊക്കെ പ്രഗ്നന്റ് ആയ സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ എടുക്കുമായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടേ. അമ്മയ്ക്കാണെങ്കിൽ അവിടെ ടെൻഷൻ. അമ്മയ്ക്കാണെങ്കിൽ 2-3 ദിവസം കൂടുമ്പോ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമല്ലോ. ഇപ്പൊ 3 ദിവസമായി അവൻ അങ്ങോട്ട് പോയിട്ടെന്നും പറഞ്ഞിട്ട്. പിള്ളേരൊക്കെ എന്തു പറയുന്നു മോളെ, രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നോ? പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നു അമ്മേ, കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം അവരെയും കൂട്ടിക്കൊണ്ട് വന്ന് കാണാലോ പിള്ളേരെയൊക്കെ. ഇനി ഒരു ദിവസം കൂട്ടിക്കൊണ്ട് വരാം. വീടില്ലേ? എടി പെണ്ണെ, എഴുന്നേറ്റ് പോയിട്ട് ആ കൊച്ചിനെ ആ വഴിയിലോട്ട് കൊണ്ട് ഒന്നാക്കി കൊടുത്തേ. വേഗം ചെല്ല്. എനിക്കൊന്നും വയ്യ അവളെ കൊണ്ടാക്കാൻ വേണ്ടിട്ട്. അവള് തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്, അതുപോലെ തന്നെ അങ്ങ് പൊയ്ക്കോളും. എന്റെ പൊന്ന് വിദ്യ, നീ അവള് ഇവളെന്നൊക്കെ ഇങ്ങനെ പറയാതെ. നിന്നെ കഴിഞ്ഞ പ്രായത്തിന് മൂത്തതല്ലേ അത്. ഒരു ബഹുമാനം എന്ന് പറയുന്ന സാധനമില്ല. എന്റെ പൊന്നമ്മ, എനിക്ക് അവളെ കാണുന്നതേ ഇഷ്ടമില്ല. അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവള് കയറി വരുന്നോണ്ടാ ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അന്നേരം അവൾ ഇങ്ങോട്ടും വലിഞ്ഞു കയറി വന്നു. എനിക്ക് ഇവിടെ സമാധാനം തരൂല, തേണ്ടി. ഉഫ്. എന്റെ പൊന്നു കുഞ്ഞെ, നീ ആ കൊച്ചിനെ വയറ്റിലോട്ട് ഇങ്ങോട്ട് തോന്നിയാസം വർത്താനം പറയാതെ നല്ല വാക്കുകൾ നിന്റെ വാ തുറന്ന് പറ. വയറിനകത്തൊരു കൊച്ചുള്ളതല്ലേ. ഓ,
എന്റെ ദൈവമേ, ഇങ്ങനെ എല്ലാരോടും ശത്രുതയും ദേഷ്യവും വെച്ച് പുലർത്തി ഇങ്ങനെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനും കിട്ടുമല്ലോ അതുപോലെ. എന്റെ കൊച്ചിന് അവളെ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് എനിക്കും അവളെ ഇഷ്ടമില്ലാത്തത്. മനസ്സിലായോ? ഈ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ ഇഷ്ടങ്ങളാണ് അമ്മയ്ക്ക് തോന്നുന്നത്. കേട്ടിട്ടില്ലേ, നട്ടപ്പാതിരിക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ഓരോ ഗർഭിണികൾ വാശി പിടിക്കുന്നേ? അതെന്തുകൊണ്ടാ? വയറ്റിലുള്ള കൊച്ചാഗ്രഹിക്കുന്നോണ്ടാ. നിന്നെ കൊണ്ട് പറയാൻ വേണ്ടിട്ട് ആരെ കൊണ്ട് പറ്റും? ആരെ കൊണ്ടെങ്കിലും പറ്റുമോ നിന്നോട് പറഞ്ഞ് ജയിക്കാൻ വേണ്ടിട്ട്? നിനക്ക് നിന്റെ അച്ഛൻ വീട്ടുകാരുടെ തനി സ്വഭാവം. നിന്റെ അച്ഛന്റെ പെങ്ങളുണ്ടല്ലോ, നിന്റെ അച്ഛന്റെ മൂത്ത പെങ്ങള്, ആ പെങ്ങളുടെ തനി പകർക്കാ നീ. ഒരു മാറ്റവും ഇല്ല. അതുപോലത്തെ മൂശാട്ട സ്വഭാവം തന്നെ നിനക്കും കിട്ടിയേക്കുന്നത്. അല്ലാണ്ട് എന്റെ സ്വഭാവം ഒന്നും കിട്ടില്ല, എന്റെ വയറ്റിൽ കിടന്നേ ഉള്ളൂ. അയ്യോ. അപ്പൊ അമ്മയ്ക്കും അമ്മേന്റെ ഭർത്താവിന്റെ പെങ്ങളെ ഇഷ്ടമല്ല അല്ലയോ? അപ്പൊ അമ്മയുടെ പാരമ്പര്യം എനിക്ക് കിട്ടിയത്. നിന്റെ അച്ഛന്റെ പെങ്ങളെ പോലെയാണോ ഈ കൊച്ചു? ഇതൊരു പാവ പിടിച്ചൊരു കൊച്ച്. നിന്റെ അച്ഛന്റെ പെങ്ങൾ, എന്റെ ദൈവമേ, എന്നോട് ചെയ്ത ദ്രോഹമൊക്കെ ഓർത്തു കഴിഞ്ഞാൽ എന്റെ അമ്മോ. ഓ നിനക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നോടൊക്കെ പെരുമാറിയിട്ടുള്ളത് അറിയാവോ? ഞാൻ ആയതുകൊണ്ട് ജീവിച്ചിരുന്നു, അത് വെച്ചിട്ടാണോ ഈ കൊച്ചിനെ താരതമ്യം ചെയ്യുന്നത്? പാവം പിടിച്ച ആ കൊച്ച് അവിടുന്ന് വണ്ടിയും കയറി വലിഞ്ഞു കയറി വന്ന് അവളെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട്. നിനക്ക് കൊണ്ടുവിടാൻ പറ്റിയല്ലേ? വേണ്ട, ഞാൻ കൊണ്ടുവിട്ടോളാം. കൊണ്ടാക്ക്. കൊച്ചമേനെ ഇപ്പൊ കൊണ്ടാക്കിയില്ലെങ്കിൽ അങ്ങ് പോകത്തില്ല. സത്യമാണോ അമ്മ പറഞ്ഞത്? അവളുടെ ബ്ലഡ് ആണോ എനിക്ക് കയറ്റിയത്? ആ പെങ്കുച്ചിന്റെ നല്ല മനസ്സുകൊണ്ട് നീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. എന്തോരം ബ്ലഡ് ആവശ്യമായിട്ട് വന്നത്. അതിന്റെ നല്ല മനസ്സ് നിന്നോട് പറയണ്ടെന്നത് പ്രത്യേകം പറഞ്ഞായിരുന്നു എല്ലാരോടും. പിന്നെ നീ അറിയണമെന്ന് എനിക്ക് തോന്നി. ആരോട് ചോദിച്ചിട്ട് അവളുടെ ബ്ലഡ് എന്റെ ബോഡിയിൽ കയറ്റിയത്? വേറെ ആരുടെ ബ്ലഡ് നിങ്ങക്ക് കിട്ടിയില്ലേ? മര്യാദക്ക് ഈ ബ്ലഡ് മുഴുവൻ ഊറ്റി അവക്ക് തിരിച്ചു കൊടുത്തോണം. എന്തൊരു കഷ്ടം നോക്കി. വെറുതെ അല്ലേ എനിക്ക് ബാധ കയറിയതുപോലെ. അവളുടെ ബ്ലഡല്ലേ എന്റെ ശരീരത്തിൽ കയറ്റിയേക്കുന്നേ. എന്റെ ദൈവമേ, ഇത് എന്തൊരു പൊട്ടിക്കാളിയായത്! എന്തൊരു പൊട്ട വർത്താനമായി ഇത് പറയുന്നത്! എന്നെ അങ്ങോട്ട് കൊല്ലെന്നെ അങ്ങോട്ട്. ഇതുപോലത്തെ ഒരു സാധനമാണല്ലോ എന്റെ വയറ്റിൽ വന്ന് പിറന്നു പോയെന്ന് ഓർത്തിട്ടാ. നിനക്ക് ബ്ലഡിന് വേണ്ടിട്ട് ഞങ്ങൾ ഓടാത്ത സ്ഥലമില്ല. എന്റെ ദൈവമേ, പലരോട് എവിടെ കിട്ടാൻ വേണ്ടിട്ടാ അന്വേഷിച്ചിട്ട് ലാസ്റ്റ് അവള് പറഞ്ഞു എന്റെ ബ്ലഡ് വേണമെങ്കിൽ മൊത്തം ഊറ്റി എടുത്തോ ഡോക്ടറെ, അവളെ ഒന്ന് ജീവനോടെ ഞങ്ങൾക്ക് തന്നാ മതിയെന്ന്. അങ്ങനെ പറയാണ്ടൊരു മനസ്സ് കാണിച്ചു. നീ ആണെങ്കിൽ ബോധം തെളിഞ്ഞ് കണാന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ആ പെങ്കൊച്ച് ICU കിടക്കുക. 2-2.5 ദിവസത്തോളം അത് ICU കിടന്നു. അവളുടെ വർത്താനം കേട്ടോ. അയ്യോ, ICUലോ? കയ്യോ എന്ന് പറഞ്ഞാ മതി. പാവം പിടിച്ചൊരു പെങ്കൊച്ച്. അത് നിന്നോട് എന്തു ദ്രോഹമാണ് ചെയ്തത്? നിന്റെ പലഹാരവും പാപ്പവും കഴിച്ചെന്ന് പറഞ്ഞിട്ടാണോ നിനക്ക് അതിനോട് ദേഷ്യം? നാണില്ലാത്തൊരു പെങ്കൊച്ച്. ഇനി നിന്നോട് പറയുവാണ് ഞാന്, നീ ഇങ്ങോട്ട് വരണ്ട, നിന്നെ കെട്ടിച്ചു വിട്ട്, നീ കെട്ടിച്ചു വിട്ട് അവിടെ നിന്നാ മതി, വീട്ടിലോട്ട് വരണ്ടെന്ന് പറഞ്ഞ നിന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നീ പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് പോക്കോ, പിന്നെ ഇവിടുത്തെ ഒരു സാധനവും തരികയല്ല ഇവിടെ മേടിച്ചു വെച്ചേക്കുന്നത്, ഇവിടെ വന്നിട്ട് പോക്കോ എന്നൊക്കെ പറയണം. നിനക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും. എല്ലാരും സ്നേഹിക്കാൻ നോക്കും മോളെ, സ്നേഹിക്കാൻ നോക്ക്. എല്ലാവരോടും ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കാതെ. സോറി അമ്മേ, ഞാനൊന്നും അറിഞ്ഞില്ല. നിങ്ങൾ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് എന്തിനാ സോറി പറയുന്നത്? എന്നോട് സോറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ പെങ്കൊച്ചിനെ വിളിച്ച് സംസാരിക്ക്, എന്റെ സ്വരുമേ പോകാൻ നോക്ക്. ഡി, നിന്നോട് ആരാ പറഞ്ഞ എനിക്കുള്ള ചോര മൊത്തം ഊറ്റി തരാൻ വേണ്ടിട്ട്? നിനക്ക് എന്തെങ്കിലും പറ്റി നീ ചത്തുപോയി പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അവള് ചോര മുഴുവൻ ഊറ്റി എനിക്ക് തരാൻ നിന്നേക്കുന്നു. മര്യാദക്ക് എല്ലാ ആഴ്ചയും ഇവിടെ വന്ന് എന്നെ കൊച്ചിനെ കണ്ടോണം കേട്ടോ പറഞ്ഞത്. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നോ? അവളുടെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അതങ്ങനെ എവിടെ നോക്കിയാലും നാത്തുമ്പൂരും അമ്മായിയമ്മ പോലും അല്ലേ, പിന്നെ എങ്ങനെയാന്ന് പറ?